കോടതി ഇപ്പോൾ എല്ലാ വകുപ്പിലും ചന്താമര കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടുണ്ട്. ഇത് ഞങ്ങളൊരു ടീം വർക്കാണ്. ഈ കേസിൽ നമ്മളെ പാലക്കാട് SP അജിത് കുമാർ, നമ്മളുടെ DSP മുരളീധരൻ സാറ്, പിന്നെ ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ദീപക് കുമാർ, എല്ലാം അവരുടെ ദൗത്യം ഞാൻ നിറവേറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഈ കേസിന് എന്നെ തുടക്കം തൊട്ട് സഹായിച്ച നമ്മളെ കോടതിയുടെ ലൈസൻ ജിനു പ്രസാദ്, പിന്നെ നമ്മാറ ലൈസൻ മണികണ്ഠൻ, ഇവരെല്ലാം അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ആൾക്കാരാണ്. കൂടാതെ ഈ കേസിൽ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസും പിന്നെ ഫുട് പ്രിൻറ്റും സയൻറ്റിഫിക് എവിഡൻസും പിന്നെ കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ്സും എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനും എല്ലാം ഈ കേസിൽ വളരെ പ്രാധാന്യമായിട്ട് കോടതി കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ, കുറ്റക്കാരനാണ് കണ്ടിട്ടുള്ളത്. ശിക്ഷ 16-ാം തീയതി ക്വസ്റ്റ്യൻ ഓഫ് സെൻറ്റൻസിനെ പറ്റി ഹിയർ ചെയ്യണം പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ബാക്കി അന്ന് അതിൻ്റെ വാദം കേൾക്കും, അതിനുശേഷം വിധി പറയും. എല്ലാം പ്രോസിക്യൂഷൻ എന്തെന്ത് വെച്ചോ ഏതേത് സെക്ഷൻ വെച്ചോ അതെല്ലാം തെളിഞ്ഞതായിട്ട് കോടതി കണ്ടെത്തിയിരുന്നു. നിർണായകമായ ഒരു തെളിവ് ആദ്യം ഈ കേസിൽ ഫുട് പ്രിൻ്റാണ്. പിന്നെ അയാളുടെ ഈ പ്രതിയുടെ ഷർട്ടിൻ്റെ പീസ്, ഇതെല്ലാം ഈ പ്രതിനെ അറസ്റ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ അന്ന് സംഭവ ദിവസം തന്നെ പോലീസിന് മുഴുവനും കിട്ടിയിട്ടുണ്ട്. സജീദയുടെ വീട്ടിൽ നിന്ന് അത് ഷർട്ടിൻ്റെ തെളിവ്. ഈ ഷർട്ട് അയാളുടെയാണ് എന്ന് അയാളുടെ ഭാര്യ വന്ന് കൊടുത്ത മൊഴി കോടതി അങ്ങേയറ്റം അത് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ 27 റിക്കവറി എന്ന് പറയും, അത് അതിൻ്റെ വാളിലും ഈ മരിച്ച സ്ത്രീയുടെ സജീദയുടെ ബ്ലഡ് ഉണ്ടായിരുന്നു. അവൻ്റെ ഈ ചന്താമരയുടെ മുണ്ടിലും ഈ സജീദയുടെ ബ്ലഡ് ഉണ്ടായിരുന്നു. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് എവിഡൻസ് ആയിട്ട് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതൊരു പേടി ഉണ്ടായിരുന്നു. കാരണം സാക്ഷികളെല്ലാം വളരെ പേടിച്ചിട്ട് വരുന്ന സാക്ഷികളാണ്. അവർക്ക് ആദ്യം നമ്മൾ ഒരു ധൈര്യം കൊടുക്കലായിരുന്നു നമ്മളെ മെയിൻ പണിയായിട്ടുണ്ടായിരുന്നത്. അത് അവർ കണ്ട കാര്യങ്ങൾ അവർ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു എന്നാണ് പറയാനുള്ളത്. എത്ര പേരാ? 44 സാക്ഷികളാണ് വിസ്തരിച്ചത്. മൊത്തം 91 എമോസും എക്സിബിറ്റ്സായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ. ഇല്ല, അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാൻ പാടില്ല, കോടതി സമ്മതിക്കില്ല. കാരണം അതിൻ്റെ റെക്കോർഡ്സൊന്നും ഈ കേസിൻ്റെ ഭാഗമായിട്ട് വരാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഡിസ്കഷൻ നടക്കില്ല, അതിൻ്റെ ഭാഗം ആക്കില്ല. ഒരു റിഗ്രറ്റും കണ്ടില്ല. വളരെ ധാർഷ്ട്യത്തോടെയാണ് എല്ലാം കോടതിയിലെ സംസാരവും കോടതി ചോദിക്കുമ്പോഴുള്ള സംസാരവും അയാൾക്ക് യാതൊരു വിഷമമോ മനവിഷമമോ ഒന്നും കണ്ടതില്ല.